മെറ്റഫറായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും നോക്കുന്നത് ആ സ്ക്രിപ്റ്റിലെ ഇമോഷണൽ കോർ ഒന്ന് പഠിക്കാനാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാം, ചട്ടമ്പിയുടെ ക്യാരക്ടർ അണ്ടർഗോ ചെയ്തിരിക്കുന്ന പുള്ളി ഈ പ്രസന്റിലോട്ട്, അതായത് 50s വന്നിരിക്കുന്ന സമയത്ത് ബാക്ക് സ്റ്റോറിയിൽ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ട്രോമ ഉണ്ട്. അത് അപ്പൊ ഞാൻ ഇപ്പോഴിപ്പം ലോക്കലാണെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് ടീസറിൽ വിട്ടത് ആ ഒരു മെയിൻ മദറുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിസ്റ്ററുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഞാൻ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഐ ഓൾവേസ് ലുക്ക് ഫോർ ദാറ്റ് ഇമോഷണൽ കണ്ടന്റ്. എവിടെയാണ് പടത്തിന്റെ ഇമോഷണൽ കോർ ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നോക്കും. പിന്നെ അതിനെ ഞാൻ കുറെ നാള് ട്രൈ ഔട്ട്, എങ്ങനെ പോവാം, വോയിസ് വെച്ച് പോകണോ, ഓർക്കസ്ട്രലായിട്ട് പോകണോ. ഇതിപ്പോ ഒരു കാലഘട്ടമുണ്ട്, എന്നാൽ ഒരുപാട് ഡേറ്റഡ് ആവാനും പാടില്ല, കുറച്ച് ന്യൂ ഏജ് ആയിട്ട് സൗണ്ട് ചെയ്യണം, നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഒരു മിഡിൽ ഗ്രൗണ്ട്, ഹൈബ്രിഡ് എന്ന് പറയും. വി ചോസ് സം ഓർക്കസ്ട്രൽ, സം ഇലക്ട്രോണിക് എലമെന്റ്സ്, പിന്നെ വോയിസ് യൂസ് ചെയ്തു. എങ്ങനെ ചട്ടമ്പിനെ നമുക്ക് വിവരിക്കാന്നുള്ളത് ഒരു ലിറിക്കൽ, ഒരിത്തിരി ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റുകൾ അതിൽ കൊണ്ടുവന്ന്. കാരണം ആ ഒരു ടെറൈൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ, പിന്നെ അതിലുപരി ആ കോർ ഇമോഷനെ ബോറോ ചെയ്തിട്ടാണ് ആ തീമിലോട്ട് വന്നത് തന്നെ. ഞാനത് കമ്പോസ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന ചട്ടമ്പി അനുഭവിച്ച ആ പെയിൻ മനസ്സിൽ ഉൾക്കൊണ്ട് അതിനെ എങ്ങനെ എലിവേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. സോ ഐ ബിലീവ് ഫിലിം സ്കോറിംഗ് ഇസ് ഓൾ അബൌട്ട് ഗോയിങ് വിത്ത് ദ റൈറ്റർ. റൈറ്ററുടെ കയ്യിലാണ് ഫസ്റ്റ് എന്താ പറയുക, സ്കോറിന്റെ ഒരു ഗ്രാഫ് ഇരിക്കുന്നത്. പിന്നെ എഡിറ്റർ തരുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. പിന്നെ പെർഫോമൻസ് കാണുമ്പോൾ ടോബി ഒരുപാട് ആ എഫേർട്ട് എടുക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഓക്കെ, ഐ തിങ്ക് ഇത് ഇത്ര ഇട്ടാൽ പോലെ കുറച്ചുകൂടെ എലിവേറ്റ് ചെയ്യണം. എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ വരുമ്പോൾ എത്രത്തോളം ഹീറോ എലിവേഷൻ കിട്ടുന്നു അത്രത്തോളം ഓഡിയൻസിൽ അത് എൻഗേജ് ചെയ്യണം. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ഇപ്പൊ നേരത്തെ ഒരാൾ ചോദിച്ച പോലെ പള്ളിച്ചട്ടമ്പി ഈസ് അബൌട്ട് ചട്ടമ്പിയുടെ കഥ തന്നെയാണ്. അപ്പൊ ചട്ടമ്പിനെ നമ്മൾ എത്രത്തോളം അൺപാഷിംഗ്ലി എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നു, തിയേറ്ററിൽ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ കരുതും. അപ്പം അതിനുള്ള പണിയെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. യു വാച്ച് ഇറ്റ് ടുമോറോ. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ആ സ്കോറിന്റെ ആ തീം അപ്രോച്ച് ചെയ്യുന്നത്, ഇപ്പം തുടരുമ്പില് തരുൺ എനിക്ക് കുറെ ഡിസ്ക്രിപ്ഷൻ തന്നു, ഇങ്ങനെ ആനയുടെ പാമ്പിന്റെ. ഇവിടെ ഐ ട്രൈ ടു എക്സ്ട്രാക്ട് എന്താണ് ചട്ടമ്പിയുടെ കോർ ഇമോഷൻ, അതിനെ എങ്ങനെ മാസിയാക്കാം, അതിനെ എങ്ങനെ സങ്കടമുള്ളതാക്കാം, ആ ചട്ടമ്പിയുടെ ഇമോഷനിലൂടെ നമ്മൾ എങ്ങനെ പോകാന്നുള്ളത് മാത്രമേ. ഇറ്റ് സ്ട്രിക്ട്ലി ഫ്രം ചട്ടമ്പിയുടെ പെർസ്പെക്റ്റീവ്.